الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനേകം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു. അവൻ നൽകിയിട്ടുള്ള അവസരങ്ങളും സമയവും സമ്പത്തും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ തന്നെ തിരഞ്ഞെടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ കഠിനമായ ത്യാഗവും അധ്വാനവും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ സ്വീകരിച്ച് പാപങ്ങളെല്ലാം പുറത്ത് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെല്ലാവരും നമ്മുടെ സ്വഫുകൾ പൂർത്തിയാക്കി ഒഴിവുകൾ തീർക്കുക. മുകളിൽ ഇപ്പോൾ തന്നെ കയറിയിരിക്കുന്ന ആളുകൾ താഴെ നിൽക്കുന്ന സദസ്സുകൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് മുകളിലുള്ള ആളുകൾ താഴെ വന്ന് അവരുടെ പൂർണ്ണമായ ഈ ഒരു സദസ്സിനെ ഫുള്ളാക്കാൻ വേണ്ടി പ്രത്യേകം ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ വന്നാൽ പലപ്പോഴായി നമ്മുടെ ചില അറിവില്ലായ്മകൾ കൊണ്ട് സംഭവിക്കുന്ന അപാകതകൾ നമ്മെ നഷ്ടപ്പെടുത്തുന്നത് സംസാരിക്കുക എന്നതാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ആൾക്കാരൊക്കെ റമദാനാകുമ്പോൾ കാണും, ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടാകും. അത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പാടില്ല. കാലുകൾ ചേർത്ത് മുട്ടുകാലുകൾ രണ്ടും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഇരുത്തമുണ്ടെങ്കിൽ അവരത് ഉപേക്ഷിക്കണം. ഇടത് കൈകൾ ബാക്കിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ചാരിയിരിക്കുന്ന ഉറങ്ങാൻ സാധ്യതയുള്ള മേഖല ഒഴിവാക്കണം. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവർ ഇങ്ങോട്ടും ഖുതുബയിലേക്ക് മിമ്പറിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കേണ്ടത്, ഖിബിലയിലേക്കാണ് തിരിഞ്ഞിരിക്കേണ്ടത് എന്നുകൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇത്ര ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇത് ഇന്നൊരു റമദാനിൽ മാത്രമുള്ള കാര്യമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും പാലിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ 10ന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി. മാക്സിമം 2 10 കൂടെ 30 കിട്ടുകയാണെങ്കിൽ നമുക്ക് 30 നോമ്പുകളാണല്ലോ വരിക. അപ്പോൾ എത്ര കഴിഞ്ഞു പോയി എന്ന് നമ്മൾ നന്നായി ചിന്തിക്കണം. അത് കഴിഞ്ഞതാണ്, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് വലിയ അനുഗ്രഹീതമായ ദിനങ്ങളാണ്. അവിടെയാണ് നമ്മുടെ ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ പതുക്കെ പതുക്കെ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഒരു തഖ്വയുടെ ഒരു ഉയർച്ചയുമൊക്കെ പതിയെ പതിയെ നഷ്ടമാകാതിരിക്കാൻ നമ്മൾ തന്നെയാണ് സ്വയം ഈമാനികമായി ബൂസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ പലപ്പോഴും യുവാക്കളൊക്കെ ഈ ഒരു പരിസരത്ത് തന്നെ വീക്ഷിക്കുമ്പോൾ
അവർ പുതിയ തരം ഗെയിമുകൾ കണ്ടെത്തി തൻ്റെ സമയത്തെ എങ്ങനെയെങ്കിലും തീർക്കാൻ ഗ്രൂപ്പായി ഇരുന്ന് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്ന രംഗം ഇന്ന് വ്യാപകമാണ്. അവർക്ക് സമയം പോകാഞ്ഞിട്ടാണ് അവരുടെ പ്രശ്നം. ഇതങ്ങനെ വെറുതെ പോകേണ്ടുന്ന സമയമല്ല എന്ന തിരിച്ചറിവും ബോധ്യവും ഒരാൾക്കുണ്ടാവേണ്ടതുണ്ട്. റമദാനിന്റെ രാത്രിക്ക് എത്ര മഹത്വമുണ്ട്. പകലിൽ നോമ്പ് നോറ്റതുപോലെ രാത്രിക്ക് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. നൈറ്റ് ലൈഫ് തേടി രാത്രികളിൽ മസാലകളും അതുപോലെ ഉപ്പിലിട്ടതും പുതിയ സോഡകളും പുതിയ ഐറ്റംസും ഒക്കെ തെരഞ്ഞ് നടന്ന് അങ്ങാടികളിൽ ഒരു പ്രത്യേക വൈബ് തേടി നടക്കുന്ന സമ്പ്രദായം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അധികരിച്ചിട്ടുണ്ട്. നമ്മളിൽ ആരൊക്കെയോ അതിൽ നമ്മളും പെട്ടുപോകുന്നത് ഒരു ഹറാമാണെന്ന് പറയുകയല്ല, മറിച്ച് ഒരു റമദാനിന്റെ രാത്രിയിലെ ഇത്തരത്തിലുള്ള ഉത്സവമാക്കി വൈബുകളാക്കി ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുകയും മക്കളിൽ പലരും തറാവീഹ് നമസ്കരിക്കേണ്ടവർ അത്തരം സ്ഥലങ്ങളിൽ പോയി സദസ്സിലിരുന്ന് സൊറ പറഞ്ഞിരിക്കുന്ന രംഗമൊക്കെ കാണുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചില സ്ഥലങ്ങളിൽ ആരോഗ്യ വകുപ്പ് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞ് പൂട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരെ വ്യാപകമാണ്. ഒരു വിശ്വാസിയോട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തുൽഖു ഐദീകും ബിത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ നാളത്തെ നോമ്പിനെ ബാധിപ്പിക്കുന്ന ഒരൊറ്റ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ എത്ര പ്രയാസപ്പെടുമെന്ന് മാത്രം ഒന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ ആ വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം റമദാനിന്റെ രാത്രികാലങ്ങളെ ബീച്ചുകളിലും പാർക്കുകളിലുമായി കുടുംബസമേതം ഉല്ലസിക്കുന്ന, കളിച്ച് നടക്കുന്ന, തിന്ന് നടക്കുന്ന കാഴ്ചയും പലയിടത്തും വൈബായി മാറിയിട്ടുണ്ട്. എന്തു പറ്റി എന്ന് അവരവർ സ്വയം തീരുമാനിക്കുക. എന്താണിത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? ആ രാത്രികൾക്കും അതിന്റെ പ്രത്യേകതകളില്ലേ? ഇഫ്താർ മീറ്റുകൾ എന്ന് പറഞ്ഞത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ തന്റെ ഇഫ്താർ മീറ്റുകൾ പലതരത്തിലുള്ള ക്യാമ്പസുകളുടെയും ജോലികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ഇഫ്താർ മീറ്റുകളുടെ പേരിൽ നമസ്കാരത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുകയും ജമാഅത്ത് കിട്ടാതെയാവുകയും തറാവീഹിന് പങ്കെടുക്കാൻ പറ്റാതെയാവുകയും ഒക്കെ ചെയ്യുന്ന അത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെയാണ് എന്നർത്ഥം. എത്രത്തോളം എന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിൽ നോമ്പ് ഉപേക്ഷിക്കുക എന്നത് ട്രെൻഡായി മാറുന്ന ഒരു വല്ലാത്ത അവസ്ഥ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവലോകനം നടത്തുമ്പോൾ കാണാൻ സാധിക്കും. ഞാനൊരു നോമ്പുകള്ളനാണെന്ന് നാലാള് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് റീൽസ് എടുത്ത് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്ന ആളുകളുടെ രംഗം ഇന്ന് വ്യാപിക്കുക. ക്യാമ്പസുകളിലാണ് ഇത് കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തമാശയായി മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും സുഹൃത്തുക്കളെ ഒരു നോമ്പും അകാരണമായി ഉപേക്ഷിക്കാൻ നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. എന്നാൽ ഈ മനുഷ്യരാകുന്ന നമ്മളോട് റമദാനിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ പാപങ്ങളെയും ഉപേക്ഷിച്ച് നന്മയിലേക്ക് വരാനും മുമ്പ് സംഭവിച്ചതിൽ നിന്നെല്ലാം ഖേദിച്ച് പശ്ചാത്തപിച്ച് തൗബ ചെയ്യാനും പഠിപ്പിക്കുകയാണ്. പുതിയ പുതിയ തിന്മകൾ തുടങ്ങാനുള്ള മാസമല്ല റമദാൻ. നബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബിയേ, അടിമകളോട് പറഞ്ഞു കൊടുക്ക്, അള്ളാന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനേറെ പാപം പൊറുക്കുന്നവനാണ്, ഞാനേറെ കാരുണ്യവാനാണ്. ഈ ആയത്ത് വായിച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഓതിയിട്ട് എനിക്കേറെ പ്രതീക്ഷയും സന്തോഷവും തോന്നിയ ആയത്താണ്. എത്ര പാപം ചെയ്താലും പൊറുക്കാൻ അല്ലാഹു തയ്യാറാണ്, അല്ലാഹു തആല കാരുണ്യം കാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ പാപം ചെയ്യുന്ന മനുഷ്യ മനസ്സുകൾ പോലും ആശ്വാസം കണ്ടെത്താനുള്ള ആയത്ത. സൂറത്തുൽ ബഖറയിൽ 6 സ്ഥലത്താണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ല പാപം പൊറുക്കുന്നവനാ, അല്ല കാരുണ്യമുള്ളവനാണ്. ഒരിക്കലും നമ്മുടെ തെറ്റ് അല്ലാഹു പരസ്യമായി ഇവിടെ നാറ്റിക്കുന്നില്ല. ഓരോ തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെ ശിക്ഷിക്കുന്നില്ല. നാം ചെയ്ത തിന്മകളെ പടച്ച റബ്ബ് മറച്ചു വെക്കുകയാണ്. സാധാരണ മനുഷ്യരാണെങ്കിലോ ഒരാളുടെ തെറ്റ് കിട്ടിയാൽ 4 ആളുകളോട് പങ്കുവെക്കും.
വെക്കുന്നവരാണെങ്കിൽ അള്ളാഹു പാപങ്ങളെ മറച്ചു വെക്കാനാ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ക്രമം തെറ്റിയ ജീവിതത്തിന്റെ ഇടക്ക് പാപങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരല്ല. എല്ലാവർക്കും ഓരോ മേഖലകളിൽ ചില അബദ്ധങ്ങളും വിവേകമില്ലായ്മയൊക്കെ സംഭവിക്കും. പാപങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യരെ നിരാശപ്പെടരുത്. റമദാൻ മാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നിരാശ വേണ്ട. ചെയ്തു പോയതിന്റെ ആധിക്യം നീ ചിന്തിക്കണ്ട. ചെയ്തു പോയതിന്റെ ഗൗരവം നീ ആലോചിച്ച് ബേജാറാവണ്ട. നിരാശനായി ഞാനൊന്നും നന്നായിട്ട് കാര്യമില്ല, ഞാനൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എനിക്കൊന്നും പടച്ചോൻ പുറത്തു തരൂല എന്ന ഒരു ശൈത്താനിയത്തിന്റെ ചിന്തകൾ നമ്മൾ മാറ്റിവെക്കാൻ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് പറയണം നബിയേ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. അതൊന്നും കാര്യമില്ല, തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല, പടച്ചോനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന നിരാശ നിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു തീർച്ചയായും എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹ് കാരുണ്യവാനാണ്, പാപം പൊറുക്കുന്നവനാണ്. എത്ര ആയത്തിലാണ് അല്ലാഹ് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ നിന്നാണ് ഞാനും നിങ്ങളും അവസരം ഉപയോഗിക്കേണ്ടത്. തൗബ ചെയ്യണം. ഈ വാക്കിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്തിഗ്ഫാർ ചെയ്യണം. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മടങ്ങുക. പടച്ചോനെ എനിക്ക് നിന്നൊക്കെ രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുക. അതേ തൗബയെ കുറിച്ച് പറയുന്ന ആയത്തിലൊക്കെ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. തൗബനെ കുറിച്ച്, ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറയും അള്ളാഹ് സ്നേഹമുള്ളവനാണ്, അള്ളാഹ് കാരുണ്യവാനാണ്, അള്ളാഹ് ഗഫൂറാണ്. നമ്മളോടൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്രൂരനായിട്ട് പെരുമാറുക. എന്നാൽ പടച്ച റബ്ബ് പറയാണ്, നിങ്ങൾ പാപം ചെയ്തവരാണോ, വസ്തഗ്ഫിറൂ റബ്ബക്കും, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നന്നായി ചെയ്തോ, സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് അവനിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങിക്കോ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, റഹീമും വദൂദ്, കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. സ്നേഹമുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകും. സ്നേഹമുണ്ടെങ്കിൽ എല്ലാ നിലക്കും പൊറുക്കാനുള്ള വിശാലതയുണ്ടാകും. എൻ്റെ റബ്ബ് സ്നേഹമുള്ളവനാണ്. ഇത് നമുക്ക് നൽകുന്ന ആശ്വാസമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വെറും ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിയാ പാപം പൊറുക്കൂല. ഞാൻ തൗബ ചെയ്തു എന്ന് നാവുകൊണ്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ. 4 നിബന്ധനകൾ ഒരാൾ പാലിക്കണം. അത് കുറച്ച് പ്രയാസമുള്ളതാണ്. 1, ആത്മാർത്ഥമായിരിക്കണം. തൽക്കാലത്തിന് ഈ മാസം കയ്യോളത്തിനല്ല, എന്നേക്കുമായി വിട പറയണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം തൽക്കാലം നോമ്പായതുകൊണ്ട് നിർത്തിയതാണോ, തൗബയാകൂല. തൗബയാകണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവണം. എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യണം. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. 2, ഖേദം ഉണ്ടാവണം. ചെയ്തതിൽ അഭിമാനം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഓനെ പറ്റിച്ചു, ഞാൻ ആരാ മോൻ, ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ ആരാ മോൻ. അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകളുടെ പേരിൽ ഒരു അഭിമാനബോധം തോന്നാൻ പാടില്ല. ഖേദം തോന്നണം, സങ്കടം തോന്നണം. ഞാൻ ഇത്ര മോശമാകാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഖേദം ഉണ്ടാവണം. 3, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം. അതിന് നമ്മുടെ ചങ്ങായിമാര് ശല്യമാണെങ്കിൽ ചങ്ങാതിമാരെ വിടണം. അതിന് നമുക്ക് ശല്യം ആരാണെങ്കിൽ ആ ശല്യം നമ്മൾ മാറ്റണം. ഏത് ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഏത് ഇടപാടുകളാണ് നമുക്ക് നമ്മുടെ പാപത്തു നിന്ന് മടങ്ങി വരാനുള്ള പ്രതിസന്ധിയെങ്കിൽ അത് തീർച്ചയായും അടച്ചേ പറ്റൂ. ഇനി ഒരിക്കലും ഞാൻ ഈ തിന്മയിലേക്കില്ലെന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് തീരുമാനമെടുക്കണം. 4, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ തെറ്റിന്റെ ഗൗരവം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനോട് പൊരുത്തം മേടിക്കണം. ആ മനുഷ്യന് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അയാൾ 1 ലക്ഷം രൂപ മേടിച്ച് പറ്റിച്ചിട്ടാണോ, 1 ലക്ഷം തിരിച്ചു കൊടുത്തിട്ട് വേണം തൗബ ചെയ്യാൻ. എക്സാമ്പിൾ, ഏത് തരത്തിലാണോ നീ ഒരു മനുഷ്യനോട് പാപം ചെയ്തിട്ടുള്ള, ആ മനുഷ്യനോട് പാപം ചെയ്തതിന്റെ കാര്യത്തിൽ
പൊരുത്തപ്പിടിച്ചിട്ട് വേണം പടച്ചോനിലേക്ക് പറയാൻ. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലോ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള വഴിയുണ്ട്. ഇനി നാം ചെയ്തു പോയ തെറ്റുകളുടെയും പാപങ്ങളുടെയും ഒക്കെ ദുരന്തമല്ലെങ്കിൽ അതിന്റെ അളവ് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ പറയാ, മനുഷ്യരെ, ആദമിന്റെ സന്താനങ്ങളെ, നിങ്ങൾ ചെയ്ത തെറ്റ് ധാരാളമുണ്ടോ? പേടിക്കണ്ട, ധാരാളം ഉണ്ടെന്ന് വിചാരിച്ചല്ലോ. ബലഗത ദുനൂബക അനാനസ്സമാ വലാ ഉബാലി. ആകാശം മുട്ടുവോളം പാപം ചെയ്തവനാണോ? ഞാനത് പ്രശ്നമാക്കൂല. ഇത്രക്കുണ്ടോ? എന്നാ പൊറുക്കൂല എന്ന് ഞാൻ പറയില്ല. وَإِنَّكَ لَوْ أَتَيْتَنِي بِقِرَابِ الْأَرْضِ خَطَايَا. ഭൂമി പരക്കെ പാപം ചെയ്തവനാണോ? വലാ ഉബാലി, ഞാനത് പ്രശ്നമാക്കില്ല, പുറത്തു തരാ സന്നദ്ധനാണ്. നീ നന്നാവണം, നീ ഒരുങ്ങണം, നീ ഖേദിച്ചു മടങ്ങണം. റമദാൻ എന്ന മാസം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന ചിന്തയും അതാ. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും കരിച്ചു കളയുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയാനുള്ള എല്ലാ മേഖലകളെയും മാറ്റത്തിരുത്തലുകൾ വരുത്തി ശുദ്ധമാക്കാൻ, കരിച്ചു കളയാൻ പറ്റുന്നതാണ് ഈ മാസം എന്ന ബോധ്യം വേണം. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ തിന്മകൾ വരാനുള്ള സാധ്യതകൾ നമ്മൾ അടക്കണം. ഒന്ന്, നമ്മുടെ കണ്ണും നമ്മുടെ ലൈംഗിക അവയവവുമായിരിക്കും. കണ്ണാണ് നമ്മളേറെ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു, കണ്ണുകളെ നിയന്ത്രിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമെത്തിയിട്ടും തടസ്സങ്ങൾ വന്നുകൊണ്ട് നീണ്ടുപോകുകയാണെങ്കിൽ, അവർ വിവാഹം കഴിക്കാൻ ഇനിയും വൈകിപ്പോകുകയാണെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ നോമ്പിന്റെ ഗുണം? ഫഇന്നഹു അഗള്ളു ലിൽ ബസരി, അത് കണ്ണുകൾക്ക് നിയന്ത്രണമൊരുത്തുന്നതാണ്. വഅഹ്സനുൽ ഫർജി, വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. വിവാഹം കഴിച്ചാൽ കണ്ണുകൾക്ക് നിയന്ത്രണം വരും, ലൈംഗികമായ ആ ത്വരകൾക്കുള്ള വിശുദ്ധി വരാൻ തുടങ്ങും. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ താമസം വരികയാണെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവർ നോമ്പെടുക്കട്ടെ. അത് കണ്ണിനും ലൈംഗികാവയവത്തിനും നിയന്ത്രണം വരുത്തുന്നതാണ്. എന്നാലും അയാൾ തൻ്റെ കണ്ണുകളെ നിയന്ത്രിച്ചൊതുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനുഷ്യന്മാർ എന്ന നിലക്ക് ഈ നോമ്പ് നോറ്റ് ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാതെ പോയാൽ വീണ്ടും വീണ്ടും പാപങ്ങളിലേക്കാണ്. യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മൾ ഫോണിലാണ്, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ്. സംഭവം ശരിയാണ്, നമ്മൾ കാണുള്ളൂ. പക്ഷേ അല്ലാഹു തആല എല്ലാം അറിയുന്നു. കണ്ണിന്റെ ഒളിപ്പിച്ചു വെച്ചതും മറച്ചു വെച്ചതും ഹൃദയത്തിൽ ഒളിപ്പിച്ച സീക്രട്ടുകളുമൊക്കെ അള്ളാന്റെ അടുത്ത നിരീക്ഷണത്തിലാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ വെല്ലുവിളിയാണ്. നമ്മൾ വിചാരിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ ഓരോ സ്ക്രോളിങ്ങുകളും നമ്മളെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള 400 ഇരട്ടി അധിക സാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കണ്ണുകൾക്ക് നിയന്ത്രണം വരട്ടെ. ആ കണ്ണിലൂടെയാണ് പല തെറ്റായ തിന്മകളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സെക്സുകളുടേതായ വിവിധങ്ങളായ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത്. വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തെ സമീപിക്കല്ലേ. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ലൈംഗിക വിശുദ്ധി പാലിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ? മ്ലേച്ഛമായ മോശപ്പെട്ട മാർഗമാണ്. അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതിൽ പ്രേമലീലാബലങ്ങൾ പെടും, കാമുകന്മാരുടെ വിലാസങ്ങൾ പെടും. അത്തരത്തിലുള്ള ചാറ്റുകളും മെസ്സേജുകളും കാണലുകളും കേൾക്കലുകളും എല്ലാം അതിൽ പെട്ടതാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാണ്. അവർക്ക് അനുവദിക്കപ്പെട്ട ഇണകളോടല്ലാതെ അത് തീർക്കൂ. ഇത് നമ്മളെ ബാധിക്കുന്നില്ലേ? നമ്മൾ തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതകളെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. നാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു, കണ്ണിനെ നിയന്ത്രിക്കാൻ പറഞ്ഞു, നാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അക്സറ ഖതായ ഇബ്നി ആദം ഫീ ലിസാനിഹി, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പാപം വരാനുള്ള മേഖലയാണ് അവന്റെ നാവ്. ഇന്ന് ഈ പ്രഭാതം മുതൽ ഈ ഉച്ചവരെ നമ്മുടെ നാവ് കൊണ്ട് എന്തെല്ലാം നമ്മൾ സംസാരിച്ചു.
ആരൊക്കെ നമ്മുടെ പേരിന്റെ ലിസ്റ്റിൽ വന്നു, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു, അതിൽ എത്ര ശരിയുണ്ട്, അതിലെത്ര തെറ്റുണ്ട്. നമ്മളുടെ ഈ നാവ് കൊണ്ട് വരുന്ന പാപങ്ങൾ മനുഷ്യരിൽ എണ്ണം കൂട്ടുമെന്നും, അതുകൊണ്ട് ഒരാൾ എനിക്ക് ഈ നാവിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി തന്നാൽ ഞാൻ അവന് സ്വർഗം ഗ്യാരണ്ടി കൊടുക്കുമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. നോമ്പുകാരോട് പ്രത്യേകം പറഞ്ഞു, മല്ലം യദഖൗല സൂറ വൽ അമല ബിഹി, മോശം പ്രവർത്തനങ്ങളും മോശപ്പെട്ട വാക്കുകളും സംസാരം ഒരാൾ ഉപേക്ഷിക്കണില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തുആമഹു വശറാബ, അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്ന്, വെള്ളം ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന് ആവശ്യമില്ല. നാവിനെ കൺട്രോൾ ചെയ്യണം, അതിനാണ് റമദാൻ, അതിനാണ് നോമ്പ്. അതുപോലെ ഏറ്റവും അധികം ഇന്ന് നമ്മളെ ബാധിക്കുന്ന തിന്മകളുടെ സാധ്യതയാണ് സാമ്പത്തിക മേഖല. നിസ്കാരമുണ്ട്, നാവിന് നിയന്ത്രണമുണ്ട്, തഖ്വയുണ്ട്, എല്ലാമുണ്ട്. സാമ്പത്തിക രംഗത്ത് സകല ദുരാചാരങ്ങളും അതിന്റെ യാതൊരു വിധിവിലക്കും പാലിക്കാതെ ജീവിക്കുന്ന ഒട്ടനേകം ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് അന്യായം കടന്നു വരുന്ന സാമ്പത്തിക മേഖല. എന്താ മനുഷ്യൻ പഠിക്കുന്നത്? ജീവിക്കാനാണ് സമ്പത്ത്, ജീവിക്കാനാണ് സമ്പത്ത്, അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് കരുതിയിട്ട് ജീവിക്കണ്ടേ എന്ന് വിചാരിച്ച് ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കും. ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ പണം സ്വീകരിക്കും, പണം കൊടുക്കും. ഇതെന്താ പ്രശ്നം? ഇതങ്ങനെ നോക്കാത്തൊരു കാലം ഈ ഉമ്മത്തിൽ വരുമെന്ന സൂചന. എന്നാൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് റിസ്ഖായി തന്നതിൽ നിന്ന് ത്വയ്യിബാതായത് മാത്രമേ നിങ്ങൾ തിന്നാൻ പാടൂ. ഹലാലായ വിശിഷ്ടമായത്. പറ്റിച്ച പൈസ നമുക്ക് തിന്നാൻ പറ്റൂല. കടം മേടിച്ചു പോവുകയാണ്, പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധേന തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാർ. പലിശയുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാടക കൊടുക്കുന്നു, പലിശ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ, കളവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കച്ചവടക്കാരൊക്കെ നന്നായി ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ഈ ജീവിത വരുമാന മാർഗം നാളെ പരലോകത്ത് നരകം കിട്ടാനുള്ള കാരണമാകുമോ എന്ന് നല്ല സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിലെത്തൂല. ലഹ്മുൻ, അയാളുടെ മാംസം, നബത മിൻ സുഹത്തിൻ, ഹറാം കൊണ്ട് തിന്ന് കൊഴുത്തുണ്ടാക്കിയ സമ്പാദ്യമാണ്, ശരീരമാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടൂല. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്ക, ആൾക്കാരുടെ മുമ്പിൽ പ്രൗഢി പറഞ്ഞ് നടക്ക, കാഴ്ചക്കാർക്ക് നല്ല പൈസക്കാരനാന്നൊക്കെ നല്ല പേരും പെരുമയും ബഹുമാനൊക്കെ കിട്ടും. സ്വർഗം കിട്ടൂല. തന്റെ സമ്പത്ത് ഹലാലല്ലാത്ത മാർഗത്തിലൂടെ പോകണ്ടോന്ന് നല്ലോണം ഓരോരുത്തരും തന്റെ വീട്ടിലേക്ക് ഭാര്യമാര്, സഹോദരിമാർ ശ്രദ്ധിക്കുക. ഭർത്താവിനോടും കുടുംബത്തോടും മക്കളോടും പറയണം, ഗൾഫിലായാലും നാട്ടിലായാലും ശരി, മോനെ ഹറാമിന്റെ ഒരു രൂപം അങ്ങോട്ട് കൊണ്ടുവരരുത്. ഇതൊക്കെ സലഫുകൾ മുമ്പ് പറഞ്ഞ വാക്കാ. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും അതിൽപ്പെട്ട തന്നെയാണ്, അതും ഹറാമിന്റെ മുതലിൽപ്പെട്ടതാണ്. എത്ര സക്കാത്ത്? 2.5% പറഞ്ഞിട്ടുള്ളൂ. അത് കൊടുക്കാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ സമ്പത്താണ് കിടക്കുന്നത്, അത് നിന്റെ ഹറാമായ സമ്പാദ്യത്തിലെപ്പെടുക. ബാങ്ക് ജോലി, പലിശ, കൊള്ളപ്പണം, കച്ചവടത്തിലെ തെറ്റായ തിരിമറികൾ, ഹറാമിന്റെ വിവിധ മേഖലകൾ ഇന്ന് വ്യാപിച്ചു കിടക്കുക. EMI പോലെയുള്ള വിവിധ സംരംഭങ്ങൾക്ക് വേണ്ടി ഒന്നും നോക്കാതെ, ഒരു ചോദ്യം പോലും, അന്വേഷണം പോലും ഇല്ലാതെ സാമ്പത്തികത്തിൽ പോയി പണം കൊടുത്ത് സാക്ഷികളില്ലാതെ ഇടപാടുകൾ നടത്തി എത്ര തട്ടിപ്പുകളാണ് നമ്മുടെ ജില്ലയിൽ തന്നെ പിടിക്കപ്പെട്ടത്. എന്നിട്ട് നമ്മൾ പഠിച്ചോ? എന്നിട്ട് നമ്മൾ തിരുത്തിയോ? വീണ്ടും അടുത്തതിൽ വീണ്ടും വരികയാണ്. ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്റെ വരുമാന മാർഗത്തെ കുറിച്ച്. അതേ സമയത്ത് നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ പറ്റും. അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തതിന്റെ ബാക്കി ഇന്ന് സ്വതക്ക കൊടുത്താൽ. അള്ളാന്റെ മാർഗത്തിൽ നന്നായി ചെലവഴിക്കുന്നവൻ ഒരു ധാന്യമണി കൊടുത്താൽ 100 ധാന്യമണികൾ പോലെ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും. എത്ര ചെറുതാണെങ്കിലും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വതക്കക്ക് അതിന്റെ ഇരട്ടി പടച്ചോൻ തീരുമാനിക്കുന്ന കണക്കാ കിട്ടുക. നോമ്പിന്റെ കൂടെയാണ് സ്വതക്കനെ പറ്റി പറഞ്ഞത്. ഖൈറിന്റെ വാതിലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബത്തിനോട് നബി ചോദിക്കുക,
പറഞ്ഞുകൊടുത്തു. അസ്സോമു ജുന്ന, ഒന്ന് പരിചയാകുന്ന നോമ്പാണ്, രണ്ട് വസ്സദഖ, സദഖയാണ്, നന്മയുടെ ഖൈറിന്റെ വാതിലാണത്. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാർ. നരകത്തിലേക്ക് തീയിലേക്ക് വെള്ളം ഒഴിച്ച വെള്ളം കെടുന്നത് പോലെ സ്വതക്ക മനുഷ്യന്റെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. 12ഓളം സവിശേഷതയാണ് സ്വതക്ക കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഈ റമദാനിൻ്റെ ഇത്രയും ദിവസമായിട്ട് ഒരുപാട് സ്വതക്കകളുടെ അവസരങ്ങൾ വന്നിട്ടും അതിനെതിരെ മുഖം തിരിഞ്ഞ് മുഖം തുളിച്ച് പോക്കറ്റിൽ പണം വെച്ച് ഗൂഗിൾ പേയിൽ പണം വെച്ചിട്ട് തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 12ഓളം പോരിശയാണ് സ്വതക്കയുടെ വിഷയത്തിൽ വന്ന പണ്ഡിത ലോകത്ത് വന്ന ഉദ്ധരണികൾ, ഹദീസുകൾ ഇഷ്ടം പോലെയാണ്. വിട്ടുകളയരുത്. ചെറുതാവട്ടെ, ചെറുതെങ്കിലും കൊടുത്ത് ശീലമാക്കൂ. പാവപ്പെട്ട രോഗികളെ സഹായിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം ആരെയും അറിയിക്കേണ്ടതില്ല. ഓരോ ഡയാലിസിസുകളും ഓരോ ചികിത്സകളും ഓരോ സ്കാനിങ്ങുകൾക്കും ഓരോ കീമോക്കും എത്ര പണമാണ് വരുന്നത്. രോഗികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആരോഗ്യമുള്ള മനുഷ്യരെ, പണമുള്ള മനുഷ്യരെ നമുക്കുള്ളതാണ്. അതിന് പറ്റാവുന്ന നല്ല ഒരു വിഹിതം കനപ്പെട്ട അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കണം. പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ പെരുന്നാളിന് നമ്മളൊക്കെ തരം തരം വസ്ത്രം മേടിച്ചപ്പോൾ വസ്ത്രം മേടിക്കാനില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ചിരിക്കാൻ ഒരു ഈദ് കിസ്വ എന്ന സംരംഭം നമ്മുടെ മുമ്പിലുണ്ട്. 1300 രൂപ കൊടുത്ത ഒരു ഉടുപ്പും അവർക്ക് ആവശ്യമായ ഒരു വസ്ത്രവും പെരുന്നാളിന് ധരിക്കാൻ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. സ്വതക്കയുടെ മേഖലകൾ തുറന്ന് നമുക്ക് മുമ്പിലുണ്ട്, ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ തിന്മകളിൽ തെറ്റുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു രംഗമാണ് കുടുംബരംഗം. കുടുംബക്കാരോട് മിണ്ടാതടക്കുക, വാപ്പയോടും ഉമ്മയോട് മോശമായിട്ട് പെരുമാറുക, ഭാര്യയോടും കുടുംബങ്ങളോടും തെറ്റായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുക, കുടുംബ ബന്ധങ്ങളിൽ വെള്ളിച്ചുണ്ടാക്കുക. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന് സ്വർഗത്തിലെത്താൻ പറ്റൂല. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും സഹോദരങ്ങളെ, ഈ റമദാൻ മുഴുവൻ നമുക്ക് ഉണ്ടാകുമെന്ന് ഒരാളും ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മളാണ് ഈ പറയുന്നത്. സകലതും ശ്രദ്ധയോടെ പാപങ്ങളെ പൂർണ്ണമായി തുടച്ചു മാറ്റി കറ കളഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി പശ്ചാത്തപിച്ച് ഖേദിച്ച് എൻ്റെ റബ്ബ് പൊറുക്കാൻ സന്നദ്ധനാണ്, എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, എൻ്റെ റബ്ബ് സ്നേഹമുള്ളവനാന്ന് പറഞ്ഞിട്ട് ഒന്നടുത്തേക്ക് ചെല്ലാൻ, നമ്മൾ പാപങ്ങൾ കറകളയാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നഷ്ടം നമുക്കാണെന്ന തിരിച്ചറിവോടെ അള്ളാഹുവിലേക്ക് നന്നായി തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹീതമായ അവൻ്റെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിലെ ഷഹാദത്ത് ഒന്നാമത്തെ അതിൻ്റെ ഇസ്ലാം കാര്യങ്ങളുടെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമസ്കാരമാണ്. 3ാം സ്ഥാനത്ത് ഇസ്ലാം പ്രാധാന്യം കൊടുത്തത് സക്കാത്തിനാണ്. എന്ന് മാത്രമല്ല, നമസ്കാരത്തെ പോലെ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞ പോലെ സക്കാത്ത് കൊടുക്കുക എന്നത് 60ലേറെ ആയത്തുകളിൽ ഒരുമിച്ച് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. പല സ്വഹാബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കും. അവരോട് പറയും, നിങ്ങൾ ജനങ്ങളെ ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ അവരോട് നമസ്കാരം കൽപ്പിക്കുക, പിന്നെ നിങ്ങൾ അവരോട് സക്കാത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുക. ഓരോ ക്രമം പാലിച്ചുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സക്കാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ കോടികളുടെ ആസ്തിയുള്ള വലിയ വലിയ മുതലാളിമാർക്കുള്ളതാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇനി ഞാൻ ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ നമ്മൾ എത്ര പേര് സക്കാത്ത് കൊടുക്കാനുണ്ടാകും? ഒരു ഹിജറ വർഷം കണക്ക് കൂട്ടി റമദാൻ 1 മുതൽ അടുത്ത റമദാൻ 1 വരെ ഏതാണോ നമ്മുടെ സക്കാത്തിന്റെ തീയതി എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും.
ആ തീയതി കണക്ക് ഉണ്ടാവണം. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. സക്കാത്ത് കണക്ക് കൂട്ടുന്ന ഒരു തീയതി കണക്ക് കൂട്ടണം. ഏത് മാസം മുതലാണ് നമ്മൾ തുടങ്ങേണ്ടത്? ആ വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ സമ്പത്ത് ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാ. ഇന്ന് 1 ഗ്രാം വെള്ളിക്ക് 280 രൂപയാണ്. സ്വർണത്തിന് വില കൂടിയ പോലെ വെള്ളിക്ക് വില കൂടിയിട്ടുണ്ട്. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് ഇന്ന് സംഖ്യയായി വരികയാണെങ്കിൽ 1,66,600 രൂപയാണ് ഇന്നത്തെ കണക്ക് വരിക. നാളെ ചിലപ്പോൾ അത് മാറും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 1,66,600 രൂപ ബാലൻസ് ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളെ ബാങ്കിലോ അയാളെ വരുമാനത്തിലോ ആയി കിടക്കുന്നുണ്ടോ, അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണം നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ആഭരണമായി ധരിക്കുന്നതുണ്ടോ, വീട്ടിൽ സൂക്ഷിപ്പുണ്ടോ, ബാങ്കിൽ കിടക്കുന്നുണ്ടോ, ലോക്കറിലുണ്ടോ, 10.5 പവനിൽ കൂടുതലുള്ളവർ സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന് വില കൂടിയിട്ടുണ്ട്. അപ്പോ സക്കാത്തും കൂടും. 10.5 പവൻ സ്വർണത്തിന് ഇന്ന് 12,44,040 ആണെങ്കിൽ അതിന്റെ സക്കാത്ത് കണക്ക് കൂട്ടിയാൽ 2.5% വന്നാൽ 31,000 രൂപയും ചില്ലറയും അതിൽ വരും. അത്രയും സംഖ്യ സക്കാത്താണ്. അത് കൊടുത്തെങ്കിലേ സ്വർണ്ണിട്ട് നടക്കണതിന് പ്രൗഢി ഉണ്ടാവുള്ളൂ. കച്ചവടത്തിനും ഇതുപോലെ തന്റെ കണക്ക് കൂട്ടി അതിന്റെ മൊത്തം സമ്പത്ത് നോക്കിയിട്ട് ചെലവുകൾ ഉപേക്ഷിച്ചിട്ട് നിലവിൽ ഈ പറഞ്ഞ വെള്ളിയുടെ സംഖ്യ ഒരാളെ കച്ചവടക്കാരന്റെ കയ്യിലുണ്ടോ, അയാൾ സക്കാത്ത് കൊടുക്കണം. കാലികൾക്ക് സക്കാത്ത് ഉണ്ട്. കൃഷി, ഞാനൊരു നെൽ കർഷകനാണ്, എന്റെ നെല്ലിൽ 6 കിൻഡൽ വന്നിട്ടുണ്ടോ, വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ 5% സക്കാത്ത് കൊടുക്കണം. എനിക്ക് തെങ്ങും തോട്ടുണ്ട്, അതിൽ നിന്ന് 6 കിൻഡലിന്റെ തേങ്ങ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. തെങ്ങ് നനക്കാതെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മഴ കൊണ്ടാണ് അത് പൊന്തുന്നതെങ്കിൽ അതിന് 10% കൊടുക്കണം. ഇങ്ങനെ എന്തിനും ഇസ്ലാം ചില നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിസാബത്തി കൊല്ലം തികയുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്. സകാത്ത് കൊടുക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ആയത്തുകളുടെ ഇടയിൽ അല്ലാഹു തആല പറയുന്നത് നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ് അവർ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അങ്ങനെയാണ്. എന്താ അത് കൊടുത്തിട്ട് കാര്യം? അത് തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലാകുന്ന കറകൾ കഴുകിക്കളയുന്ന പോലെ നമ്മുടെ സമ്പത്തിലുണ്ടാകുന്ന മ്ലേച്ഛതകളെ എടുത്തു കളഞ്ഞ് ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് പിശുക്കിനെ മാറ്റി പാവപ്പെട്ട മനുഷ്യന്റെ വികാരത്തെ മനസ്സിലാക്കാനുള്ള ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കുന്ന സ്വഭാവമാണ് സക്കാത്ത് കൊടുക്കുക. അത് ഇനി 26-ാവിൻ്റെ അന്ന് എല്ലാവർക്കും 10 രൂപ ഇങ്ങനെ വിതരണം ചെയ്യുന്നതല്ല, അതല്ല സക്കാത്ത്. അതിന് വേണമെങ്കിൽ ചക്കാത്ത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. കണക്ക് നോക്കി കൃത്യമായി അർഹതപ്പെട്ട അവകാശികളിലേക്ക് കൊടുത്താൽ അള്ളാന്റെ കാരുണ്യം കിട്ടും. പടച്ചോന്റെ കാരുണ്യം, സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു നിസ്കരിക്കുക, കുടുംബബന്ധം ചേർക്കുക, സകാത്ത് കൊടുത്താൽ സ്വർഗാവകാശികളായി നിനക്ക് മാറാൻ പറ്റും. നിസ്കാരത്തിന്റെയും സ്വതക്കന്റെയും കാര്യമൊക്കെ പറഞ്ഞ ഹദീസിൽ കാണാം, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ കാന മിനസ് സുദ്ദീഖീന വശുഹദാ, സുദ്ദീഖുമാരുടെ ശുഹദാക്കന്മാരുടെ സ്ഥാനത്തുണ്ടാകും. സകാത്ത് കൊടുക്കാൻ നാട്ടുകാരും മടിച്ചാൽ ആളുകളോട് ചോദിക്കണം. ആര്? ഉത്തരവാദിത്തപ്പെട്ടവർ. നാട്ടുകാർ പോയിട്ട് എല്ലാവർക്കും സക്കാത്ത് എന്ന് ചോദിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ട സക്കാത്ത് സംവിധാനത്തിന്റെ അധികാരമുള്ളവർ ഫോം വിളിച്ച് ചോദിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുത്തുക്കണോ, നിങ്ങൾ ഡേറ്റ് ആയിട്ടുണ്ടല്ലോ. ആ കമ്മിറ്റിന്റെ പണി അതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി കഴിഞ്ഞ വർഷങ്ങളിലായി കളക്ട് ചെയ്ത സക്കാത്ത് ഒരുപാട് ആളുകൾ അതോട് സഹകരിച്ചു. ഒരുപാട് പാവപ്പെട്ട 30ഓളം കുടുംബങ്ങളിലേക്ക് അതിന്റെ അവകാശങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ ഏതെങ്കിലും കല്യാണം നോക്കി ഏതെങ്കിലും ഒരാളെ വീട് പണി അടക്കണ്ടെന്ന് പറഞ്ഞ് എവിടെങ്കിലും കൊടുത്താൽ അതിന്റെ അവകാശികൾക്ക് ലഭിക്കാതെ പോയാൽ അത് ഗൗരവമാണ്. ഒരാൾ സക്കാത്ത് കൊടുക്കാതെ പോയാൽ, സമൂഹം മുഴുവൻ ശ്രദ്ധിക്കാതെ പോയാൽ, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്തുനിന്ന് മഴ പടച്ചോൻ തടഞ്ഞു വെക്കും. ഗൗരവമാണ്. മറ്റൊരു ഹദീസിൽ വരൾച്ച കൊണ്ട് അള്ളാഹു ആ നാടിനെ പരീക്ഷിക്കും. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ. ഇത്ര ഗൗരവം എന്തിനാന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്ന്
ജുമാ കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ സംശയ നിവാരണങ്ങളും പഠനമൊക്കെ ഉണ്ട്. എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഇരുന്ന് അവനവൻ്റെ സമ്പത്തിൻ്റെ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് അസർ നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് 2 പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി എത്തിപ്പെടാൻ പറ്റാവുന്നവരെല്ലാം ആ പഠന ക്ലാസ്സുകളിലേക്ക് എത്തിപ്പെടുകയും ഇൻഷാ അല്ലാഹ് ശേഷം സമൂഹ നോമ്പ് തുറയുമുണ്ട്. കുടുംബസമേതം സ്ത്രീകൾക്കടക്കം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ അസറിന് തന്നെ എല്ലാവരും എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈദ് കിസ്വ എന്ന പാവപ്പെട്ട കുട്ടികളുടെ വീടുകളിൽ ഈദ് കിസ്വ എന്ന പെരുന്നാൾ പുടവ മേടിച്ചു കൊടുക്കുന്ന അതിൻ്റെ 1300 രൂപയാണ്. പുറത്തതിൻ്റെ സംഘാടകർ നിൽക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾ സഹകരിച്ചു കൊടുക്കുക. 30 ദിവസം നമ്മുടെ പള്ളിയിലെ നോമ്പ് തുറക്ക് വേണ്ടി വിവിധങ്ങളായ കുടുംബങ്ങൾ സഹകരിച്ചു. അൽഹംദുലില്ലാ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അതിൻ്റെ വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഒരു കുടുംബങ്ങളിൽ അതിൻ്റെ പേരിൽ അവർക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആദർശ രംഗത്തും നമ്മുടെ പല സൗഹൃദത്തിലുമൊക്കെ നമ്മോടൊപ്പം കൂടെയുണ്ടായിരുന്ന കുളമ്പസാറിലെ അസുട്ടിക്ക സാഹിബ് കഴിഞ്ഞ ആഴ്ചയിൽ വീടിൻ്റെ ടെറസിൽ നിന്ന് വീണ് പരിക്ക് പറ്റി. ഇന്ന് അദ്ദേഹം ജനാസയാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാം ഈമാനോടെ മരിക്കുന്ന കർമ്മങ്ങൾ അമലു സാലിഹാത്തുകൾ കൊണ്ട് നല്ല മരണത്തിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറപ്പിൻ്റെ കോടതിയിൽ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന നാളിൽ സ്വർഗക്കാരായി വലതുഭാഗക്കാരായി വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരായി അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ കത്തിയാളുന്ന പാപങ്ങളുടെ കറകളുമായി നരകത്തിൽ അകത്തുപെട്ട് വിലപിക്കുന്ന തേങ്ങിക്കരയുന്ന പൊട്ടിക്കരയുന്ന നരകാവകാശികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിലും ജോലിയിലും വരുമാനങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ എല്ലാം നീ സഹായിക്കണം റഹ്മാനെ. പള്ളി പരിപാലനത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന ഓരോ സംഖ്യയും ഇന്നും നമ്മൾ അതിനു വേണ്ടി തന്നെ നീയത്ത് വെച്ച് ആ ഒരു സംഖ്യ നൽകി സഹായിക്ക് പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവേ പള്ളികളോട് ഒരു പ്രത്യേക മഹബത്ത് സൂക്ഷിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണമേ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ ആശ്വാസമാകണേ റഹ്മാനെ. അനുഗ്രഹീതമായി ശാന്തമാകുന്ന നല്ല മഴ കൊണ്ട് ഞങ്ങൾക്ക് കുളിർ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات الأحياء منهم والأموات. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.